മിക്കവാറും ഈസ്റ്ററിൻ്റെ അന്ന് അപ്പത്തിനോട് എല്ലാവരും തന്നെ ഫിഷ് മോളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൂവോ ഒക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഈ ഒരു മിൽക്കി പ്രോൺസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു കൂടം വെളുത്തുള്ളി ചെറുതായിട്ട് നരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഒരു 8 അല്ലി ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യമനുസരിച്ച് 3-4 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് വെച്ചിരിക്കുന്ന 1/4 കിലോ കൊഞ്ചും കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് തേങ്ങയുടെ 2 പാല് കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ ആ പ്രോൺസ് ഒക്കെ ഒന്ന് വെന്ത് ആ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പ് തിളപ്പിച്ചരച്ച പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി പാലൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും 1/4 കപ്പ് തേങ്ങയുടെ 1 പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു അല്പം ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി പ്രോൺസ് റെഡി. അധികം മസാലയൊന്നും ഇല്ലാത്തത് കാരണം ആ കൊഞ്ചിന്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയും കേട്ടോ. സീ ഫുഡ് ലവേഴ്സ് ഒക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.